മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ സ്ഥാനമൊഴിയുന്ന മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളിയും അരുൺ കൊടുങ്ങൂറും ചേരുന്നു. ആദ്യം നമുക്ക് അരുണിലേക്ക് പോകാം. അരുൺ, സ്വാമി ശരണം. സന്നിധാനത്ത് മണ്ഡലകാലാരംഭം കുറിച്ച് നട തുറന്നിരിക്കുകയാണ്. എന്താണ് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത്? കൃത്യം 5 മണിക്ക് തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം 2 മാസം നീളുന്ന ആ വലിയ തീർത്ഥാടന കാലത്തിന് തുടക്കമായിരിക്കുകയാണ്. എന്തായാലും സന്നിധാനം ഒന്നാകെ ഭക്തി നിർഭരമായ കാഴ്ചകളാണ്. എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ആ കാഴ്ചയിലേക്ക് അങ്ങനെ അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹം അങ്ങ് സന്നിധാനത്തേക്ക് ഭഗവാന്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നട തുറക്കുന്ന ദിവസങ്ങളിൽ അത്ര വലിയ ആളുകൾ ഭക്തരുണ്ടാകാറുള്ളതല്ല. പക്ഷേ ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഉള്ളത്. പലയിടത്തും കർശനമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും 18-ാം പടിക്ക് സമീപത്തുള്ള കൊടിമര ചോട്ടിലുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായ ഒരു തിരക്കാണ് പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലും ഒക്കെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും വൃശ്ചിക പുലരിയിലും ഭഗവാനെ കണ്ടു തൊഴാൻ 10,000-ങ്ങൾ എത്തും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഡിസംബർ വരെയുള്ള ദിവസങ്ങളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ്, ഒരു ദിവസം 70,000 തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനുള്ള ഒരു അനുമതി ഉള്ളത്. 70,000 അത് കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലേക്കും ഒക്കെ ക്രമീകരണങ്ങൾ നിലയ്ക്കലും പമ്പയിലും ഒക്കെ തന്നെ എരുമേലിയിലും ഒക്കെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശരണ വഴികളായി മലയാള നാട്ടിലെ നാടുകളൊക്കെ തന്നെയും മാറുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലായിടങ്ങളും അങ്ങനെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 18-ാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലായിടങ്ങളും ഇങ്ങനെ ഭക്തരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കർശനമായ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. കർശനമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും നാളെ പുലർച്ചെയും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കുണ്ടാകും. 3 മണിയോടെയാണ് പുലർച്ചെ 3 മണിയോടെയാണ് നട തുറക്കുന്നത്. ഇന്ന് പ്രത്യേക പൂജകളൊന്നുമില്ല. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നടക്കുന്ന ചടങ്ങ് എന്നത് നിയുക്ത മാളികപ്പുറം അതോടൊപ്പം തന്നെ ശബരിമല മേൽശാന്തിമാരുടെ ഈ സ്ഥാനാരോഹണ ചടങ്ങുകളാണ് നടക്കുക. അതിനുവേണ്ടിയുള്ള ചടങ്ങുകളാണ് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ സന്നിധാനത്തും അതോടൊപ്പം തന്നെ മാളികപ്പുറത്തും ഒക്കെ തന്നെ നടക്കുക. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ശബരീശന്റെ മുന്നിലേക്ക്, ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഒക്കെ തന്നെ ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അത്യാവശ്യമായി ഒരുക്കണം. കാരണം ഇടത്താവളങ്ങളിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഭക്തർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ തന്നെ പരിഹാരം കാണേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രോഹിണി. അതെ അരുൺ, അതോടൊപ്പം നാളെ വൃശ്ചിക പുലരി എന്തെല്ലാം വിശേഷാൽ പൂജകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പുലർച്ചെ 3 മണിയോടെയാണ് നട തുറക്കുക. അതിനുശേഷമാണ് നെയ്യഭിഷേകം. ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുമുടിയിൽ ഉള്ള ആ തേങ്ങയിൽ നെയ്യ് നിറച്ചുകൊണ്ടാണ് ഭക്തരൊക്കെ തന്നെ ഭഗവാനെ അഭിഷേകം ചെയ്യാനായി എത്തുന്നത്. അതുതന്നെയാണ് നെയ്യഭിഷേകം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതോടൊപ്പം തന്നെ നിത്യ ചടങ്ങുകൾ എന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഒക്കെ തന്നെയുമുണ്ട്. രാത്രി 10:50 ഹരിവരാസനം പാടി നടയടയ്ക്കുക. 6:20 ദീപാരാത്രി നടക്കും. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. ഏതായാലും അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ 18-ാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ് കണ്ടതെങ്കിൽ ഇത് സന്നിധാനത്തിന് തൊട്ടടുത്ത് സോപാനത്തിന് തൊട്ടടുത്തുള്ള ദൃശ്യങ്ങളാണ്. അങ്ങനെ ഫ്ലൈ ഓവറൊക്കെ തന്നെ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ഈ വൃശ്ചിക പുലരിയിലും അതോടൊപ്പം തന്നെ ഇന്ന് ഈ നട തുറന്ന സമയത്തൊക്കെ തന്നെ ഈ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡിസംബർ ആദ്യ ആഴ്ച വരെ വെർച്വൽ ക്യൂ പൂർണ്ണമായും ബുക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും 70,000 പേര് ഈ സന്നിധാനത്തേക്ക് ഒരു ദിവസം എത്താനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിപുലമായ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി എന്ന് അധികൃതർ പറയുമ്പോഴും ഇപ്പോഴും ഇടത്താവളങ്ങളിൽ പ്രത്യേകിച്ച് എരുമേലി, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് KSRTCയുടെ കുത്തഴിഞ്ഞ സംവിധാനം തന്നെയാണ്
തന്നെയാണ്, ഭക്തരെ വലയ്ക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാ ഇടങ്ങളും അങ്ങനെ ഭക്തിസാന്ദ്രമായ എത്രയൊക്കെ പ്രതിസന്ധികൾ സഹിച്ചാലും എത്രയൊക്കെ യാത്രകളിൽ ബുദ്ധിമുട്ടുണ്ടായാലും ഈ ഒരു നടയിലേക്ക്, ഭഗവാന്റെ ഈ തിരുമുന്നിലേക്ക്, ആ ഭഗവാന്റെ ആ ദിവ്യരൂപം ഒന്ന് കാണുമ്പോൾ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ മാറുന്ന ഒരവസ്ഥ, ആ ഭഗവാനിലേക്ക് സർവ്വതും സമർപ്പിക്കുന്ന ഒരവസ്ഥ, ആ ഒരു കാഴ്ചകൾ തന്നെയാണ്. ആ ഭഗവാനെ ഒന്ന് കാണുവാനാണ് ഈ ഭക്തരൊക്കെ തന്നെയും, ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും മാലയിട്ട് നോമ്പ് നോറ്റ് ഈ ഒരു തിരുസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി അരുൺ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ സ്ഥാനമൊഴിയുന്ന മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.